ഹായ് എവരിവൺ. ഇപ്പോൾ ഞാൻ ആക്ച്വലി വേറൊരു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഞാൻ നാട്ടിലെ ഉത്സവത്തിൻ്റെ കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇൻട്രോ ഇല്ല, കുറച്ച് ക്ലിപ്സ് റാൻഡമായിട്ട് എടുത്ത് വെച്ചു എന്നല്ലാണ്ട് ഞാൻ പ്രോപ്പർ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇതൊരു ഇൻട്രോ ആയിട്ട് അങ്ങനെ ആഡ് ചെയ്യാം. നമ്മളങ്ങനെ 100 സബ്സ്ക്രൈബേഴ്സായി. താങ്ക് യു, ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇൻസ്റ്റയിൽ ചുമ്മാ യൂട്യൂബിൻ്റെ ലിങ്കൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ പരിചയമുള്ള കുറേ ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ചു, ഇനിയും വീഡിയോ ചെയ്യണം, ഭയങ്കര സപ്പോർട്ടീവായിട്ട്. അപ്പോൾ താങ്ക് യു എല്ലാവരുടെയും സപ്പോർട്ടിനും മെസ്സേജ് അയക്കാനൊക്കെ തോന്നിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതെനിക്ക് കുറച്ച് ഇൻസ്പിറേഷനായി. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ചെയ്യണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ ഉത്സവത്തിൻ്റെയും അങ്ങനത്തെ കുറച്ച്, പിന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ പറ്റുന്ന പോലെ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? അറിയത്തില്ല. ഞാനിവിടെ ബാൽക്കണിയിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കാം. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഉത്സവത്തിൻ്റെ വീഡിയോ കണ്ടിട്ടോ? ഓക്കെ, ബൈ അല്ല, കണ്ടിട്ട് വന്നു. നമ്മുടെ ഇവിടെ ഉത്സവത്തിന് അമ്പലങ്ങളിൽ രാത്രി ഇങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമായിട്ടുണ്ടാവും. എപ്പോഴും നാടൻപാട്ട്, ഗാനമേള, അല്ലെങ്കിൽ വൺ മാൻ ഷോ, കോമഡി ഷോ, ഡാൻസ്, തിരുവാതിര, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഇത് ഞങ്ങളുടെ അടുത്ത അമ്പലത്തിൽ, അതായത് കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം, അത് ചേർത്തലയാണ്. അവിടെ ഇങ്ങനെ രാത്രി നാടൻപാട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഫാനാണ് നാടൻപാട്ടിന്. ഇത് ഇപ്റ്റ നാട്ടരങ്ങ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിൻ്റെ നാടൻപാട്ടായിരുന്നു. അപ്പം ഞങ്ങൾ രാത്രി അത് കാണാൻ പോയതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. നാടൻപാട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതുപോലെ തെയ്യവും അതുപോലത്തെ കുറച്ച് അധികം കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾ അത്യാവശ്യം ലേറ്റായിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നിറച്ച ആൾക്കാരാണ്, നമുക്ക് ഒന്ന് ചെന്ന് കയറി ഇരിക്കാൻ പോലുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് പ്രോഗ്രാം മൊത്തം കണ്ടത്. ഏകദേശം പരിപാടി തീരുന്നവരെ നമ്മൾ അവിടെ തന്നെ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കുറേ വീഡിയോ എടുത്തു. ശരിക്കും എനിക്കും ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പരിപാടി നടക്കുമ്പോൾ പോയി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2-3 ദിവസമായിട്ടൊക്കെ എടുത്ത ക്ലിപ്സാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു. നമ്മളുടെ അടുത്തുനിന്ന് അമ്പലത്തിലേക്ക് താലപ്പൊലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പോകുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ എടുത്തല്ല, ഞാൻ പറഞ്ഞിട്ട് എടുത്തല്ല, അച്ഛൻ ചുമ്മാ എടുത്തൊരു വീഡിയോ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മളെ താലപ്പൊലിയുടെ കൂടെ പിന്നെ ഈ ഗരുഡൻ തൂക്കം ഉണ്ടായിരുന്നു, അതാണിത്. ഞാൻ താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ്. നമ്മളന്ന് ഡാൻസ് അല്ലായിരുന്നു, ഒരു 1 മാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോയതായിരുന്നു. ഞാനും അമ്മയും പിന്നെ വീട്ടിൽ അടുത്ത കുറച്ച് ചേച്ചിമാരൊക്കെ ആയിട്ടാണ് പോയത്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തുടങ്ങിയിട്ടില്ലായിരുന്നു, പിന്നെ കുറച്ചധികം നേരം കഴിഞ്ഞപ്പോൾ പിന്നെ തുടങ്ങി. അതെന്തോ ഹൗസ്ഫുൾ ഷോ എന്ന് പറഞ്ഞൊരു ഹൗസ്ഫുൾ ഷോ അങ്ങനെ എന്തോ പറഞ്ഞൊരു കോമഡി ഷോ ആയിരുന്നു. അതിൽ ഡാൻസ് ഉണ്ടായിരുന്നു, സ്കിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ നമ്മളെയും ഓഡിയൻസിനെയും കൂടെ എൻഗേജിങ് ആക്കുന്ന കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നിലേക്ക് ഒരു ചേട്ടൻ ഇങ്ങനെ അമ്മൂമ്മയുടെ വേഷമൊക്കെ കെട്ടി വന്നിട്ട് എല്ലാവരോടും ഭയങ്കര ഇൻട്രാക്ഷനൊക്കെ ആയിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു കേൾക്കാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പരിപാടി കഴിയാൻ നിന്നില്ല, രാത്രി ലേറ്റ് ആയതുകൊണ്ട് പിന്നെ അപ്പുറത്ത് ചേച്ചിമാർക്കൊക്കെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വേഗം പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ള അമ്പലത്തിലേക്ക്. അങ്ങനെ നമ്മൾ നടന്നു വീട്ടിൽ വന്നു. അന്നത്തെ ദിവസം മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു മെയിൻ ഉത്സവം. അപ്പം നമ്മുടെ അവിടെ നിന്ന് അന്നേ ദിവസം രാവിലെ ഇങ്ങനെ പകൽപൂരം എന്ന് പറയും, അതായത് ഇപ്പോൾ എന്തെങ്കിലും ചെണ്ടമേളവും അല്ലെങ്കിൽ ഇങ്ങനെ സോങ്ങും തെയ്യവും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തവണ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഭയങ്കര ടെഡി ബിയറും അങ്ങനെ ഭയങ്കര, എനിക്ക് അതിനെന്താ പറയണ്ടേന്ന് അറിയത്തില്ല, ടെഡി ബിയറും അങ്ങനത്തെ ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് പോലുള്ള എല്ലാവരും ഒക്കെ വന്നിട്ടുള്ളത്. ഭയങ്കര കോമഡി ആയിരുന്നു. എല്ലാവരും മീൻസ് പിള്ളേരൊക്കെയാണെ ഓടുമായിരുന്നു ഇതിൻ്റെ ഇത് കണ്ടിട്ട്.
ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരിങ്ങനെ പിള്ളേരെയൊക്കെ ആണെങ്കിലും പേടിപ്പിക്കുന്ന രീതിയിൽ അടുത്തേക്ക് ഓടി വരികയും തൊടുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. നമുക്കത് ഭയങ്കര കോമഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ പേടി വന്നിട്ട് ഞാനൊക്കെ ആണെങ്കിലും ഓടുമായിരുന്നു. ശരിക്കും ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്ന ഭയങ്കര ഉച്ച സമയമല്ല, ഒരു 11-12 മണി ആ സമയത്തായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് വിഷമിച്ച് കുറച്ച് നേരം അവിടെ ഒരു ജംഗ്ഷനിൽ ഒരു കടയുടെ അവിടെ നിന്നു. അപ്പോഴത്തേക്കും ഇതെല്ലാം അമ്പലത്തിലേക്ക് എത്തി. പിന്നെ അവിടെ ചെണ്ടമേളവും ചെണ്ടമേളവും അതും ഇതൊക്കെ ആയിരുന്നു. പിന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ ഉച്ചയായി. അപ്പോൾ അമ്പലത്തിൽ തന്നെ അന്ന് അന്നദാനം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ അതിൻ്റെ ക്ലിപ്പൊക്കെ ശരിക്കും എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വെയിലടിച്ച് കരിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് നടന്ന് ഞാൻ എത്താറായപ്പോൾ എൻ്റെ അനിയത്തി വിളിച്ചു, ATM എന്തോ പോകണമെന്ന് പറഞ്ഞു. അവൾ നേരത്തെ വണ്ടിയിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ നടന്നിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ പിന്നെ അവളുമായിട്ട് ATM പോയി. അപ്പൂപ്പന് വേണ്ടിയിട്ട് പൈസ എടുക്കാൻ പോയതായിരുന്നു. അപ്പം അങ്ങനെ അപ്പൂപ്പന് പൈസയൊക്കെ ATM നിന്ന് എടുത്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഇപ്പം തന്നെ ഏപ്രിൽ ആയില്ല, ഇതിന് മുമ്പ് തന്നെ കണിക്കൊന്നൊക്കെ എല്ലാ സ്ഥലത്തും പൂത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ ആ വെയിലത്ത് തളർന്ന് വന്നിട്ട് കുറച്ച് നേരം ഫാനൊക്കെ ഇട്ട് പുറത്ത് അങ്ങനെ ഇരുന്നു. ആക്ച്വലി ഇത്രയും വീഡിയോ എടുത്തുള്ളൂ. പിന്നെ നൈറ്റ് മഴ കൊണ്ട് ഉത്സവത്തിന് പോയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.